നമസ്കാരം. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ESR എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഒരു iPhone 13 Pro Maxൻ്റെ കേസാണ്. ഞാനിത് ഓൾറെഡി ഒരു കൊല്ലം മുന്നേ 13 Pro Maxന് തന്നെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഇത് ഞാൻ എൻ്റെ വേറൊരു ഡിവൈസിന് വേണ്ടിയിട്ട് വാങ്ങിയ കേസാണ്. മറ്റേത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ കാര്യം അതായത് ഞാൻ മുന്നേ ഒരുപാട് കേസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഐഫോണിൻ്റെ കേസുകൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ഇതെൻ്റെ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന കേസുകളുടെ നോക്കിയാൽ അറിയാം. സ്പീജിയൻ, അതുപോലെ തന്നെ സ്പീജിയൻ്റെ ഹൈബ്രിഡ്, ഒരുപാട് കേസുകൾ ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. കാര്യം ഞാൻ ഈ 13 Pro Max എടുത്തതിന് ശേഷം ഒരുപാട് കേസുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഒന്നെങ്കിൽ കേസുകൾ അധികകാലം നിൽക്കില്ല, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് സ്ക്രാച്ച് ആവുക അല്ലെങ്കിൽ പൊളിഞ്ഞു പോവുക, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരാറുണ്ട്. ഞാൻ ഈ കേസിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഡിവൈസ് ഇതൊരു 13 Pro Max ആണ്. ഈ കേസ് ഇതിപ്പോഴും ഇതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. ഞാൻ എൻ്റെ ബ്രദറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് പുതിയ കേസ്. സ്റ്റിൽ ഒരു കൊല്ലത്തിന് ശേഷം ഒരു വിഷയവുമില്ലാതെ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ഒരു പുതിയത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫിനിഷിങ്ങിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ, എന്തായാലും ഇത്രയും നാൾ നമ്മൾ അത്ര കെയർ ചെയ്തൊന്നും അല്ല ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും ഇതായിട്ട് ഉപയോഗിച്ചിട്ടും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ എനിക്ക് അല്ലെങ്കിൽ ഒരു കേസ് വാങ്ങിയതിൽ വർത്തെന്ന് തോന്നാൻ പറ്റുന്ന രീതിയിൽ വാങ്ങിയൊരു കേസാണിത്. കാര്യം നമ്മളിതിന് ഒരു കൊല്ലത്തിനകത്താണ് ഞാൻ ഇത്രയും കേസുകൾ വാങ്ങാതെ വന്നത്. കാര്യം ഐഫോണിൻ്റെ നമ്മുടെ 5000 രൂപയോളം വില വരുന്ന കേസുകളടക്കം എല്ലാ കേസുകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഫോൺ ഡിവൈസിന് വേണ്ടിയിട്ട്. കാര്യം കൂടിപ്പോയ ഒരു 6 മാസം 4 മാസമൊക്കെ മാക്സിമം നമുക്കിതിനകത്ത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ ESRൻ്റെ കേസ് വാങ്ങിയതിന് ശേഷമാണ് സത്യത്തിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള കാര്യം. ഞാനിത് വീഡിയോ ചെയ്യില്ലായിരുന്നു. കാര്യം പുതിയൊരെണ്ണം മേടിച്ചപ്പോൾ ജസ്റ്റ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി മേടിച്ച കേസല്ല. അപ്പം ഇത് ആൾക്കാർ അറിയണമെന്ന് തോന്നി. കാര്യം ഒന്നെങ്കിൽ ഇപ്പം സ്പീജിയൻ വലിയ കമ്പനിയാണ്, അതിൻ്റെ കേസുകൾ കുറേയധികം ആൾക്കാർ മേടിക്കാറുണ്ട്, അത്യാവശ്യം പ്രീമിയം. അതിൻ്റെ പ്രശ്നം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ അങ്ങ് വിട്ടുപോകും. ഇത് കണ്ടില്ലേ, ഇതും തമ്മിലുള്ള കണക്ഷൻ അങ്ങ് പോകും. ഇതൊക്കെ ഭയങ്കര ഫിക്സ്ഡാണ്. അതായത് മറ്റേതിങ്ങനെ ഒരു ഗ്ലാസ് പീസ് വന്നിട്ട് അത് ഇതിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ പാനൽ വേറെയാണ്. പക്ഷേ ഇതിനെന്ന് പറയുന്നത് പക്കയായിട്ടത് ഇത് 2 പീസാണെങ്കിൽ പോലും പക്ഷേ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ ഒന്നും പറയാനില്ലാത്ത രീതിയിൽ. കാര്യം ഇത് ഇത്രയും നാളായിട്ട് ഈ ഒരു കൊല്ലമായിട്ട് ഈ സാധനം ഇളകിപ്പോയിട്ടില്ല. ഇളകിപ്പോകുമോ അല്ലെങ്കിൽ ഭയങ്കര സ്ക്രാച്ച് റെസിസ്റ്റൻറ്റുമാണ് എന്നും പറഞ്ഞ് ഭയങ്കര രീതിയിൽ നിന്നല്ല, അത്യാവശ്യം സ്ക്രാച്ചുകളൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷേ ഒരു കൊല്ലം യൂസ് ചെയ്തിട്ടും ഇപ്പോഴും അങ്ങനെ പറയത്തക്ക വലിയ എന്താ പറയുക, ചിലതിൻ്റെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന